കെ.പി. ശർമ്മ ഒലി സർക്കാർ തകർന്നതിനെ തുടർന്ന് ഇടക്കാല സർക്കാരിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി സുശീല ഖാർഗെ നിയമിതയായതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് ശോഭനമായ ഭാവി ആശംസിച്ചു. ജനറൽ ഇസഡ് പ്രതിഷേധം മൂലം നിലവിൽ അരാജകത്വവും അസ്വസ്ഥതയും നിറഞ്ഞ ഒരു രാജ്യത്ത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഖാർഗെ വഴിയൊരുക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇംഫാലിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു, ഇന്ന് മണിപ്പൂരിന്റെ നാട്ടിൽ നിന്ന് നേപ്പാളിലെ എന്റെ സഹപ്രവർത്തകർക്ക് ഞാൻ ആശംസകൾ നേരുന്നു. നേപ്പാൾ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. നമ്മൾ പങ്കിട്ട ചരിത്രവും വിശ്വാസവും കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് മുന്നോട്ടു പോകുന്നു. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതയായതിൽ സുശീല ഖാർഗെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. നേപ്പാളിന്റെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശ്രീമതി സുശീല ഖാർഗെ ജിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. നേപ്പാളിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും അവർ വഴിയൊരുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സുശീല ജി നിയമിതയായത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തമായ ഉദാഹരണമാണ്.